ആശങ്ക നിറഞ്ഞൊരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്നിട്ടുള്ളത്. പക്ഷേ ഒന്നിച്ചു ചേർന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നുള്ളത് നമ്മുടെ അനുഭവ സാക്ഷ്യമാണ്. അതുകൊണ്ട് ഈ പ്രശ്നത്തെയും അതിജീവിച്ച് മോസ്റ്റ് സ്പെക്ടാക്കുലർ ഇവൻ്റ് ആയിട്ട് തന്നെ തൃശ്ശൂർ പൂരം തുടർന്ന് നടത്താനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് നമ്മളുടെയും കൂടി ഒരു ചുമതലയാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും ഇന്ന് ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. കോടതി വിധികളുണ്ടാവും. ചില കോടതി വിധികളിൽ നമുക്ക് എതിർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കോടതി വിധി ഉണ്ടാക്കിയാൽ ഭരണകൂടം അത് അടിച്ചേൽപ്പിക്കാൻ വലിയ ആവേശം കാണിക്കരുത്. ശബരിമലയിലൊക്കെ അതാണ് ഉണ്ടായത്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കോടതി വിധി വന്നപ്പോൾ അത് അടിച്ചേൽപ്പിക്കാൻ വലിയ താല്പര്യം സർക്കാർ കാണിച്ചപ്പോഴാണ് അതൊരു സംഘർഷമായിട്ട് വലിയൊരു ജനകീയ പ്രക്ഷോഭമായിട്ട് സമരമായിട്ട് മാറിയത്. എത്രയോ കോടതി വിധികൾ ഇനി നടപ്പാക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഈ കോടതി വിധിയും എങ്ങനെ നമ്മുടെ ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും പൊലിമ കുറയ്ക്കാതെ നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് എല്ലാ സാധ്യതകളും ആരായാൻ സർക്കാർ തയ്യാറാവണം. തൃശ്ശൂർ പൂരത്തിന് ഒരു വിധത്തിലും ചുരുക്കാതെ അതിൻ്റെ മഹിമയോടുകൂടി ഗരിമയോടുകൂടി നിലനിർത്താനുള്ള സാധ്യതകൾ എന്താണ് എന്ന് ചിന്തിക്കുകയാണ് സർക്കാർ വേണ്ടത്. നിയമം നടപ്പാക്കാൻ സാവകാശം പല ചർച്ചകളും ഒക്കെ അതിനുവേണ്ടി നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള വഴികളും പലരും ഇവിടെ തന്നെ പല വഴികളുമൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. അത്തരം സാധ്യതകളൊക്കെ ആരാഞ്ഞാൽ അത് നമുക്ക് മറികടക്കാൻ സാധിക്കും. കുമാർജി പറഞ്ഞു, കോടതി ഇപ്പോൾ ഇന്നലെ തിരുവമ്പാടി പറമേക്കാവ് ദേവസ്വങ്ങൾ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടെന്ന്. ഒരു കേസ് ഫൈറ്റിംഗ് എന്ന് പറയുന്നതിൽ ജുഡീഷ്യൽ ഫൈറ്റിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതും വലിയൊരു എക്സർസൈസാണ്. ഒരു പെറ്റീഷൻ കൊടുത്തതുകൊണ്ടോ ഒരു വക്കീലിനെ ഏൽപ്പിച്ചത് കൊണ്ടോ അത് തീരുന്നില്ല. ഞാൻ ഒരു മാസം മുമ്പ് അയോധ്യ സന്ദർശിക്കാനുള്ള അവസരമുണ്ടായി. അയോധ്യയിൽ ഈ സംഘർഷങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെയും അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെയും ഒക്കെ നിയന്ത്രണം ഉണ്ടായിരുന്ന സ്ഥലം കർസേവാപുരം എന്നുള്ള രീതിയിൽ 10 ഏക്കർ വിശാലമായിട്ടുള്ളൊരു ക്യാമ്പസ് നിലനിൽക്കുന്നുണ്ട്. ആ ക്യാമ്പസ് സന്ദർശിക്കാനിടയായി. അവിടെ ഒരു ഹാളിൽ മുഴുവൻ കേസ് നടത്തിയതിൻ്റെ ഡോക്യുമെന്റ്സ് ആണ് സംഭരിച്ചിരിക്കുന്നത്. ഒരു 2 ലോറിയിൽ കൊള്ളാവുന്ന അത്രയും ഡോക്യുമെന്റ്സ് അവിടെ ശേഖരിച്ചിട്ടുണ്ട്. ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അയോധ്യ കേസിൻ്റെ അയോധ്യ പ്രക്ഷോഭത്തിൻ്റെ ആത്യന്തികമായ വിജയം കോടതിയിൽ കൂടിയാണ് ഉണ്ടായത്. അലഹബാദ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ വിധിയാണ് അവിടെ ഭവ്യമായ ക്ഷേത്ര നിർമ്മാണത്തിന് വഴിയൊരുക്കിയത്. പ്രക്ഷോഭത്തിന് അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ടായിരുന്നു. പക്ഷേ അതിനുവേണ്ടി നടത്തിയ എക്സർസൈസ് രാമായണത്തിലെ ഓരോ രാമായണങ്ങളിലും അയോധ്യയിലാണ് രാമൻ ജനിച്ചത് എന്നതിനാവശ്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അങ്ങനെ എത്രയെത്ര ഡോക്യുമെന്റ്സാണ്, 2 ലോറിയിൽ കൊള്ളുന്ന അത്രയും ഡോക്യുമെന്റ്സാണ് അയോധ്യ കേസിന് വേണ്ടി ശേഖരിക്കപ്പെട്ടിട്ടുള്ളത്. അത്ര വലിയ എക്സർസൈസിൻ്റെ ഒരു വിജയമാണ് അയോധ്യ കേസിൽ നേടാൻ സാധിച്ചത്. അതുപോലെ ഈ സുപ്രീം കോടതിയിലുള്ള കേസും വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ടേക്കപ്പ് ചെയ്യണം. തൃശ്ശൂർ അതിനുവേണ്ടി ഒരു ഓഫീസ് ആരംഭിക്കണം. എല്ലാവരുടെയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കേസ് നടത്തി പരിചയമുള്ള കുമാർജി പറഞ്ഞ പോലെ വക്കീലിൻ്റെ സാമർഥ്യം മാത്രമല്ല, ആവശ്യമായ വിവരങ്ങളും വസ്തുതകളും ഡോക്യുമെന്റുകളും തെളിവുകളും അവരിൽ എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരിശ്രമം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കേസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസ് തൃശ്ശൂർ ആരംഭിച്ചുകൊണ്ട് അതിനെ ഏറ്റവും സമഗ്രമായിട്ടുള്ള രീതിയിൽ ഏറ്റവും വിപുലമായിട്ടുള്ള രീതിയിൽ ആ കേസ് നടത്താനുള്ള പരിശ്രമം നമുക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് ആത്യന്തികമായ വിജയത്തിന്, അതും ഹൈക്കോടതിയുടെ ഒരു കേസിനെ മറികടക്കാൻ സുപ്രീം കോടതിയിലെ കേസ് വിജയിക്കുക എന്നുള്ളതൊരു ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം നമുക്കറിയാം ഈ നിയമങ്ങൾ പാലിക്കാനുള്ളതാണ്. സെക്യൂരിറ്റി ഒക്കെ കണക്കാക്കിക്കൊണ്ടാണ് ചില നിയമനിർമ്മാണങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നിയമത്തിനോടും നിയമ സംവിധാനങ്ങളോടും ബഹുമാനമുണ്ട്. പക്ഷേ ജനങ്ങളുടെ വിശ്വാസവും താല്പര്യങ്ങളും കൂടി പരിഗണിക്കേണ്ടത് ആവശ്യമാണ്. കോടതികളും ഇപ്പോൾ അസംബ്ലിയിലൊരു ഇതുപോലൊരു ബില്ല് വന്നാൽ, ആനകളെ എഴുന്നള്ളിക്കുന്നതൊക്കെ നിയന്ത്രിക്കാനുള്ള ബില്ല് വന്നാൽ അവിടെ വലിയ സംവാദം നടക്കും. കാരണം ജനങ്ങളുടെ പക്ഷത്തു നിന്ന് സംസാരിക്കാനുള്ള ജനപ്രതിനിധികൾ അവിടെയുണ്ട്. അവിടെ ഇത് അത്ര എളുപ്പമായിട്ട് സാധിക്കില്ല.
അപ്പോൾ കോടതിയിലാണെങ്കിലും ജനങ്ങളുടെ വികാരവും ജനങ്ങളുടെ പ്രശ്നങ്ങളും ജനങ്ങളുടെ നിലപാടുകളും പരിഗണിക്കാനുള്ള സംവിധാനം ഫലപ്രദമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ കോടതിയെ നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും. ആ രീതിയിൽ ഇതിന് ആവശ്യമെങ്കിൽ വലിയൊരു ജനകീയ പ്രക്ഷോഭത്തെ തന്നെ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. എന്തായാലും പൂരം ചുരുക്കമല്ല, ഓരോ വർഷം തോറും പൂരം കൂടുതൽ വിപുലമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ തന്നെ അത് ജനങ്ങൾക്ക് അതിൽ ആവേശമുള്ളത് കൊണ്ടാണ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ വിപുലമാക്കി തന്നെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. നിയമങ്ങൾ പാലിക്കപ്പെടണം. ഇപ്പോൾ 20 വർഷം മുൻപ് ആന എഴുന്നള്ളിച്ച സംവിധാനങ്ങളല്ല ഇന്നുള്ളത്. 20-30 കിലോമീറ്റർ ആനയെ നടത്തിക്കൊണ്ടുവന്നിട്ടാണ് ഉത്സവങ്ങൾക്ക് ആനയെ എഴുന്നള്ളിക്കാറുള്ളത്. പക്ഷെ ഇന്ന് ആന ലോറിയിലാണ് വരുന്നത്. ആഘോഷ കമ്മിറ്റിക്കാർക്ക് 10,000 രൂപ ഇതിന്റെ ചെലവ് വർദ്ധിച്ചു. ആനകളെ വലിയ പരിശോധനകൾക്ക് വിധേയമാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണ് ആനകളെ ഇന്ന് എഴുന്നള്ളിക്കാൻ എത്തിക്കുന്നത്. മണിക്കൂറുകളോളം ആന വെയിൽ കൊള്ളിച്ച് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വലിയ പന്തലുകൾ ഇന്ന് പുതിയ ഇല്ലാത്ത രീതിയിലുള്ള പന്തലുകൾ ഇന്ന് നിർമ്മിക്കപ്പെട്ടുകൊണ്ടാണ് ആനകളെ. അപ്പോൾ ആനകളെ പരിപാലിക്കുന്ന കാര്യത്തിൽ ധാരാളം പരിഷ്കരണങ്ങൾ, നവീകരണങ്ങൾ ഓരോ ക്ഷേത്ര ഉത്സവങ്ങളിലും നടപ്പിലാക്കിയിട്ട് 20 വർഷം മുമ്പില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം അതുപോലെ എങ്ങനെ നമുക്ക് ഈ നിയമം അനുസരിച്ചുകൊണ്ട് ഉത്സവം നടത്താൻ സാധിക്കുമെന്നുള്ള ഇനിയും പുതിയ മാതൃകകൾ ഓരോ ക്ഷേത്രങ്ങളും വികസിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് സത്യത്തിൽ കാട്ടാനകളെ കൊണ്ടും നല്ല പ്രശ്നം. സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കാട്ടാനകളാണ്. ഇന്നലെ ഒരാളെ ചവിട്ടിക്കൊന്നിട്ടുണ്ട്. ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്യുന്ന ആളാണ്. എവിടെ പോയാലും കർഷകരുടെ രോദനമാണ്, വിലാപമാണ് കേൾക്കാൻ കഴിയുന്നത്. 10 വർഷം മുമ്പ് നല്ല കൃഷിക്കാരനായിരുന്ന ആൾ, കൃഷിസ്ഥലമായിരുന്ന ആൾക്കാർ ഇന്ന് കൃഷി ചെയ്യാതെ കിടക്കുകയാണ്. മൃഗങ്ങളുടെ ശല്യമാണ്. പന്നിയാണ്, കുരങ്ങനാണ്, മയിലാണ്, ആനയാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കൃഷിയെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. അതിന് സംരക്ഷണം ഉറപ്പുവരുത്താൻ സർക്കാർ സാധിക്കുന്നില്ല. അങ്ങനെ എല്ലാ രംഗത്തും പരാജയപ്പെടുന്ന സർക്കാരുകളാണ് ആന എഴുന്നള്ളിക്കുന്നതിനെ കുറിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വലിയ അങ്ങനെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഉത്സവ പറമ്പുകളിൽ ഇപ്പോൾ നിലവിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ട് തന്നെ ഒരുവിധം തൃപ്തികരമായിട്ട് ഭംഗിയായിട്ട് നമുക്ക് ഉത്സവം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഈ ബോധ്യത്തോടു കൂടി സർക്കാരിൻ്റെ നിലപാടുകൾ സ്വീകരിക്കുകയും കോടതിയും ജനങ്ങളുടെ വികാരവും ജനങ്ങളുടെ ഫീലിങ്സും മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തെ പഠിക്കുകയും അവരുടെ മുൻപിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്താൽ നമുക്കിതിനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ തൃശ്ശൂർ പൂരം സംരക്ഷിക്കാനുള്ളതിൻ്റെ ജനകീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് ഇവിടുത്തെ പറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ തന്നെയാണ്. ഹിന്ദു സംഘടനകളുടെ ഒരു വേദിയിൽ കൊണ്ടുവരില്ല. അവർ നേതൃത്വം നൽകുന്ന പ്രക്ഷോഭത്തിന് ഹിന്ദു സംഘടനകളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. തിരുവമ്പാട് പാറമേക്കാവ് ദേവസ്വങ്ങൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ട് തൃശ്ശൂർ പൂരത്തിനെ മോസ്റ്റ് സ്പെക്ടാക്കുലർ ഇവന്റ് ഓഫ് ദി യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ നിലനിർത്താൻ, തൃശ്ശൂരിൻ്റെ ഒരു പേര് തൃശ്ശൂർ പൂരമാണ്, ആ രീതിയിൽ അതുപോലെ തന്നെ നിലനിർത്താൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും വിഭവ സമാഹരണവും നമുക്ക് നടത്തുക എന്നതാണ് ഈ സന്ദർഭത്തിൽ ആവശ്യമുള്ളത്. അപ്പോൾ എല്ലാ ഹിന്ദു സംഘടനകളും ഈ വിഷയത്തിൽ പ്രതിജ്ഞാബദ്ധമാണ്. ഈ ക്ഷേത്രങ്ങളോടും ഉത്സവ സംരക്ഷണ വേദികളോടും സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഒറ്റ വേദി പരമാവധി ഇതിനു വേണ്ടി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഒരു ഒറ്റ വേദിയിലേക്ക് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചാൽ അതും നമ്മുടെ ഒരു വിജയമായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമവും എല്ലാവരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സംരംഭങ്ങൾ, ഈ പരിശ്രമങ്ങൾ പൂർണ്ണ വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.